ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടേ. അത് നമുക്ക് നല്ല കുടംപുളിയൊക്കെ ഇട്ടൊന്ന് കറി വെച്ചാലോ. വെട്ടി വൃത്തിയാക്കൽ ഇത്തിരി പണിയാണേ, എന്നാലും സാരമില്ല. എന്നും കിട്ടുന്നതല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ മീൻ കിട്ടുള്ളൂ. ചെതുമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെട്ടി കഴുകി ഇതുപോലെ കുട്ടപ്പനാക്കി എടുക്കണം. ഇത്തിരി കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കല്ലിൽ ഉരച്ച് കഴുകി നല്ല കുളിപ്പിച്ച് സുന്ദരന്മാരാക്കി എടുത്തു. കുറച്ച് കുടംപുളി ഇട്ട് വയ്ക്കാം, ബാക്കിയുള്ളത് പൊരിക്കുകയും ചെയ്യാം. കറി വയ്ക്കാനുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം. അടിപൊളി. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. കുറച്ച് വെളുത്തുള്ളിയും വളരെ കുറച്ച് ഇഞ്ചിയും, കുറച്ച് മീൻ എടുത്തിട്ടുള്ളേ അതാണേ, കുറച്ച് ചുവന്നുള്ളിയും നല്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ മെയിനാണല്ലോ. കുറച്ച് തക്കാളിയും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കുടംപുളി. അടിപൊളി, സൂപ്പർ. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിനകത്ത് നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ രണ്ടായിട്ട് പൊളന്ന് വെച്ചേക്കുന്ന കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പതുക്കെ എൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് കുറച്ച് ഫിഷ് മസാലയാണേ, അതും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് ചാറിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മൾ എണ്ണ ഇടാൻ പോണത് കുടംപുളിയാണ്. കുടംപുളി, അതിൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ, എന്നിട്ടൊന്ന് മൂടി വെച്ച് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ അത് മൂടി തുറന്നപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് വിതറിയിട്ട് നമുക്കിനി അത് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് മൂട തുറന്ന് നോക്കുമ്പോൾ തിളച്ച് നല്ല വെന്ത് പാകം പരുവായിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയിട്ടൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. നല്ല ചൂടോടെ നമുക്ക് കപ്പപ്പുഴുക്കിൻ്റെയും ചക്കപ്പുഴുക്കിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്.